പൊട്ടറ്റോ ഫ്രൈക്ക് ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു വലുത്, ഒരു മീഡിയം സൈസ്, ഒരു ചെറുത്. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ എടുത്തു. ഇത് ഉരുളക്കിഴങ്ങ്. ഇനി നമുക്ക് പൊട്ടറ്റോ വേവിച്ചെടുക്കാം. ഇനി അല്പം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വേവാനുള്ള സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ എങ്ങനെയാണ് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി. നമുക്കിനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിട്ട് കൊടുക്കാം. ഇത് ഒന്ന് വഴങ്ങോട്ടെ. ഇതിൻ്റെ പച്ചമണം മാറിക്കോട്ടെ. പച്ചമണം മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് 3 സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർക്കാം. എന്നിട്ട് നന്നായി ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊട്ടറ്റോ വേവിച്ച് ഉപ്പിട്ട് മുട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അല്പം മല്ലിയില കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. അതും കൂടി ചേർക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് ഇങ്ങനെയാണ് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത്.